വയനാട്ടിലെ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഇപ്പോൾ വയനാട്ടിൽ നിന്നും ഷിബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിബു, യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്? അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് പ്രധാനപ്പെട്ടത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് എല്ലാ അധികാരങ്ങളും നൽകിയിട്ടുണ്ട്. എല്ലാ അധികാരങ്ങളും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് നടപടിയെടുക്കാൻ വൈകേണ്ട കാര്യമില്ല എന്നാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 15.8 കോടി രൂപ കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞത് 3 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സംയുക്ത യോഗം വിളിക്കുന്നതിന് കേന്ദ്രമന്ത്രി ഇടപെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണം എന്നുള്ളത് വളരെ നിർണായക കാര്യമാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ സംരക്ഷണവും ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ഇത് രണ്ടിനും പരിഗണന കൊടുത്തിട്ടുള്ള പദ്ധതികളായിരിക്കും ആവിഷ്കരിക്കുക എന്നും കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് താൻ കേരളത്തിലെത്തിയതെന്നും അതിനാൽ തന്നെ കേരളത്തിലെയും കർണാടകത്തിലെയും വിഷയങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റ് നഷ്ടപരിഹാരം 10 ലക്ഷം രൂപ വീതം ഒരാൾക്ക് നൽകുന്നതിനുള്ള തുകയാണ് നൽകിയിട്ടുള്ളത്. അത് പ്രകാരമാണ് കേരളം ആവശ്യപ്പെട്ടതനുസരിച്ച് 15.8 കോടി രൂപ നൽകിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും നിലവിൽ ഇന്നലെ സന്ദർശനമൊക്കെ വീടുകളിലും നടത്തുകയും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ഒക്കെ യോഗം നടത്തുകയും ചെയ്തതിലൂടെ വയനാട്ടിലെ പ്രശ്നത്തിന്റെ ഗൗരവം തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വ്യക്തമാണ്. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള നടപടികളും എടുക്കുമെന്നും എല്ലാ ഉറപ്പും നൽകിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് വയനാട്ടിൽ നിന്നും ഷിബു നൽകിയത്.